ബീഹാറിലെ മുസഫർപൂരിൽ 19-കാരിയുടെ തിരോധാനത്തിന്റെ ചുരുളഴിച്ച് പോലീസ്. 2 മാസമായി കാണാതായ ഭാര്യയ്ക്ക് വേണ്ടിയുള്ള ഒരു യുവാവിന്റെ കണ്ണീരും സോഷ്യൽ മീഡിയയിലെ ആത്മഹത്യാ ഭീഷണിയുമാണ് കൊലപാതകത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുകൊണ്ടുവന്നത്. വ്യത്യസ്ത ജാതിയിൽപ്പെട്ടയാളെ വിവാഹം കഴിച്ചതിന് സുജാതയെ സ്വന്തം വീട്ടുകാർ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയും തെളിവ് നശിപ്പിക്കാനായി പുഴക്കരയിൽ കൊണ്ടുപോയി ദഹിപ്പിക്കുകയും ചെയ്തുവെന്ന് പോലീസ് കണ്ടെത്തി. എന്റെ ഭാര്യയുടെ കൊലയാളികളെ കണ്ടെത്തൂ, ഇല്ലെങ്കിൽ ഞാൻ ജീവനൊടുക്കും എന്ന് സോഷ്യൽ മീഡിയയിലൂടെ ആത്മഹത്യാ ഭീഷണിയുമായി യുവതിയുടെ ഭർത്താവ് രംഗത്തെത്തിയിരുന്നു. കഴിഞ്ഞ 2 മാസമായി തന്റെ ഭാര്യ എവിടെയെന്നറിയാതെ അലയുകയായിരുന്നു ഭർത്താവ് ഗൗരി ശങ്കർ കുമാർ. ഭാര്യയെ കാണാനില്ലെന്നും അവളുടെ വീട്ടുകാർ ഒന്നും പറയുന്നില്ലെന്നും കാണിച്ച് ഗൗരി ശങ്കർ സോഷ്യൽ മീഡിയയിൽ വികാരനിർഭരമായ വീഡിയോകൾ പങ്കുവച്ചിരുന്നു. യുവാവിന്റെ പരാതിയും വീഡിയോകളും വലിയ തോതിൽ ചർച്ചയായതോടെ മുസാഫർപൂർ പോലീസ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം ഊർജിതമാക്കി. ഇതേ തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് നാടിനെ നടുക്കിയ കൊലപാതക വിവരം പുറത്തുവന്നതും. അടുത്തടുത്ത ഗ്രാമങ്ങളിൽ താമസിച്ചിരുന്ന സുജാതയും ഗൗരി ശങ്കറും സ്കൂൾ കാലഘട്ടം മുതൽ സുഹൃത്തുക്കളായിരുന്നു. 2020-ൽ ഇരുവരുടെയും സൗഹൃദം പ്രണയമായി മാറി. വീട്ടുകാരുടെ കടുത്ത എതിർപ്പ് അവഗണിച്ച് ഇക്കഴിഞ്ഞ ജനുവരിയിൽ ഇരുവരും ഒളിച്ചോടി സമസ്തിപൂരിൽ വെച്ച് വിവാഹിതരായി. തുടർന്ന് ഹരിയാനയിലേക്ക് താമസം മാറി. എന്നാൽ വ്യത്യസ്ത ജാതിയിലുള്ള വിവാഹമായതിനാൽ സുജാതയുടെ കുടുംബം കടുത്ത അമർഷത്തിലായിരുന്നു. ഗൗരി ശങ്കർ തങ്ങളുടെ മകളെ തട്ടിക്കൊണ്ടുപോയതാണെന്ന് ആരോപിച്ച് സുജാതയുടെ വീട്ടുകാർ കേസ് ഫയൽ ചെയ്തു. ഫെബ്രുവരിയിൽ പോലീസ് ഇരുവരെയും കണ്ടെത്തി കോടതിയിൽ ഹാജരാക്കി. ഞാൻ പ്രായപൂർത്തിയായവളാണ്, സ്വന്തം ഇഷ്ടപ്രകാരമാണ് വിവാഹം കഴിച്ചത്, ഭർത്താവിനൊപ്പം ജീവിക്കാനാണ് എനിക്ക് ആഗ്രഹം എന്ന് സുജാത കോടതിയിൽ പറഞ്ഞിരുന്നു. നിയമപരമായ ചില നടപടികൾക്ക് ശേഷം സുജാത പിന്നീട് ഹോളി ആഘോഷങ്ങളുടെ സമയത്ത് സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയെത്തിയിരുന്നു. മാർച്ച് 31-നാണ് താൻ അവസാനമായി ഭാര്യയോട് സംസാരിച്ചതെന്ന് ഗൗരി ശങ്കർ പറയുന്നു. അതിനുശേഷം അവളെക്കുറിച്ച് ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. ഭാര്യയെ വീട്ടുകാർ അപായപ്പെടുത്തിയെന്ന് ഉറപ്പിച്ചതോടെയാണ് ഗൗരി ശങ്കർ പോലീസിനെ സമീപിച്ചതും സോഷ്യൽ മീഡിയയിൽ ക്യാമ്പയിൻ ആരംഭിച്ചതും. തുടർന്ന് സുജാതയുടെ സഹോദരൻ അഭിഷേക് കുമാറിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് ഞെട്ടിക്കുന്ന കൊലപാതക വിവരം പുറത്തുവന്നത്. സുജാത വീണ്ടും ഭർത്താവിന്റെ അടുക്കലേക്ക് തിരികെ പോകുമെന്ന് കുടുംബം ഭയപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് മെയ് 8-ന് സുജാതയെ വീട്ടുകാർ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അന്ന് രാത്രി തന്നെ തെളിവ് നശിപ്പിക്കുന്നതിനായി മൃതദേഹം നദിക്കരയിൽ എത്തിച്ച് ദഹിപ്പിച്ചു. സംഭവം നടന്ന സ്ഥലത്തുനിന്ന് ഫോറൻസിക് വിദഗ്ധർ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. സുജാതയുടെ കുടുംബത്തിലെ 5-ലധികം പേർക്ക് ഈ ഒരു കൊലപാതകത്തിൽ പങ്കുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തൽ. ഒളിവിൽ പോയ മറ്റു പ്രതികൾക്കായുള്ള തെരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ്. യുവാവിന്റെ ജീവനൊടുക്കൽ ഭീഷണിയാണ് ഇത്തരത്തിൽ സുജാതയുടെ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങൾ കണ്ടെത്താൻ പോലീസിനെ സഹായിച്ചതും. എന്നാലും 2 മാസത്തോളം തന്റെ ഭാര്യ എവിടെയാണെന്ന് അറിയാതെ അദ്ദേഹം വളരെയധികം വിഷമിച്ചിരുന്നു. അതിനുള്ള ക്യാമ്പയിൻ പോലും സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയിരുന്നു. അതിനൊടുവിലാണ് ഇത്തരത്തിൽ ഭാര്യ മരിച്ചു എന്ന സത്യം തെളിഞ്ഞിരിക്കുന്നത്.